ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം, ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ കാവ്യകൗസ്തുഭം ഒട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ രാഗധാര എന്ന ശ്ലോകമാല്യം ഉത്തമശ്ലോകനായ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. മണിയടികൾ കഴിഞ്ഞാൽ പിന്നെയും സൂക്ഷ്മമായി നീണ്ടണയും അമലനാദം പോലതിസ്വാദുവായി പ്രണവമുരുവിടുമ്പോൾ നേർത്തു പിന്നിൽ ശ്രവിക്കും പ്രണയമധുരമേതോ രാഗധാരയ്ക്കു കൂപ്പാം. ഉറതൈർ കടയാനായി ചെന്നിരിക്കുമ്പോഴേക്കും പിറകിലെ ഒളിവിലേതോ രണ്ടു കുഞ്ഞിക്കരങ്ങൾ കൊതിയൊടു പുതുവെണ്ണയ്ക്കായി നീട്ടുന്ന കണ്ടിട്ടതിരസമെവൾ പൂണ്ടാള യശോദയ്ക്കു കൂപ്പാം. ഒരു മുലകുടി മാറാതുള്ള ഗോപാലനാണീയുലകു മുഴുവനിപ്പോൾ കാത്തുപോരുന്നതത്രേ. അവനുടെ അടിപറ്റി താമസിക്കാതിരുന്നാൽ യമനുടെ അടി കിട്ടും താമസിക്കാതെ തന്നെ. ഉറതൈർ കവരാനായി കൂരിരുട്ടത്തിരുട്ടിൻ നിറമെഴുമൊരു ബാലൻ വന്നിടും ഗോകുലത്തിൽ. ഉറിയിൽ വളരെ നേരം തപ്പി നോക്കും, ചിലപ്പോൾ വെറുതെ അമളി പറ്റി പാവമേ പിന്മടങ്ങും. സുഖമൊടു ജഗദീശൻ പള്ളി കൊള്ളുമ്പോൾ മെല്ലെ സുഹൃതിനി മുറി തന്നിൽ ചെന്നു നോക്കുന്നു രാധ. തരമൊടവിടെയാരും വേറെയില്ലെന്നു കണ്ടാൽ ഹരിയുടെ കവിളത്തൊന്നുമ്മ വെച്ചോടിടുന്നു. ഇവളുടെ കവിളത്തൊന്നുമ്മ വയ്ക്കാൻ എനിക്കെന്നവസരമുളവാകും ദൈവമേ എന്നു കൃഷ്ണൻ കുവലയമിഴിയാളാം രാധയെ കണ്ട നേരത്തവശതയുടുരച്ചാൻ ആർത്തി പൂണ്ടാർത്തിനാശൻ. മറകളുടെ ശിരസിന്നെത്തിടാതുച്ചദേശേ മറവിലമരുമേതോ ദിവ്യശോണോധരോഷ്ടം. മുരളിയുടെ സപത്നീഭാവമേറ്റാസ്വദിക്കും
മുരരി പുതയിതേ നിൻ ഭാഗ്യമാർ കൊണ്ടുപോകും. ഒരു വിഷയ വിചാരം മേൽക്കുമേൽ വന്നു തള്ളിക്കരളിളകി വശായി സ്വൈരമില്ലാതെയായി ഹരിയുടെ ചരണത്തെ ചിന്ത ചെയ്യാതിരുന്നിട്ടൊരു സുഖവുമെനിക്കില്ലെന്തു ഞാൻ ചെയ്തിടേണ്ടു. ഉലകുകളിൽ നടക്കും സംഭവം നൂറുകൂട്ടം കരളിലിഹ നിനയ്ക്കുന്തോറുമേറുന്നു ദുഃഖം. സരസമിടവിടാതോർത്തശ്രുവാർത്തങ്ങിരിക്കാൻ ഹരിയുടെ അടിയോളം നല്ലതായൊന്നുമില്ല. ഒരു ദിവസമൊരിക്കൽ കൃഷ്ണ എന്നുള്ള രണ്ടക്ഷരമൊരുവനുരയ്ക്കാൻ സാധ്യമായിടുമെങ്കിൽ ഒരു നരകഭയത്തെ തിരയാൾക്കു തള്ളാം. പരമപദവി കയ്യിൽ കിട്ടിയെന്നായുറയ്ക്കാം. എവിടെയൊക്കെ കൃഷ്ണഗാനങ്ങൾ കേൾക്കാം, അവിടെയെല്ലാം വാഴുവാനുള്ള ഭാഗ്യം ഇവനു തരണമെന്നേ മാരുതാധീശനോടായി സവിനയമതിപൂർവം ഞാനിരക്കുന്നതുള്ളു. അനുപമമഹിമാവായി സർവദൃഗ്ദൃശ്യനായിട്ടനിലപുരിയിൽ വാഴും പൂർണ്ണ സച്ചിന്മയങ്കൽ കനിവിനൊരളവൊന്നും കാണുവാനില്ല എന്നായി അനുഭവരസികന്മാരൊക്കെയും ചൊല്ലിടുന്നു. അനവധി ദിവസം ഞാൻ കൃഷ്ണനെ കാണുവാനായി അനിലപുരിയിൽ മേവി ഭക്തിപൂർവം ഭജിച്ചേൻ. ഇനിയും അഖില ലോകൈകാധിപൻ എൻ്റെ നേരെ കനിവൊടുലവലേശം തോന്നിടുന്നില്ലയെന്നോ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവൽ ഭാതി സാക്ഷാൽ ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. പൊന്നുഗുരുവായൂരപ്പൻ്റെ ഭാഗവത സ്വരൂപിയുടെ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന ഈ അക്ഷരപൂജ ഇന്ന് 975 ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ശ്രീമദ് ഭാഗവതത്തെ ഓരോ ശ്ലോകത്തെയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് ഞാനും കേൾക്കുന്ന നിങ്ങളും അനുവർത്തിച്ചത്. ഇപ്പോൾ ദ്വാദശസ്കന്ധ സാരമായിരിക്കുന്ന ദ്വാദശസ്കന്ധത്തിലെ ദ്വാദശോധ്യായം 12ാമത്തെ സ്കന്ധത്തിലെ 12ാമത്തെ അധ്യായം നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചു. അതിലെ ആദ്യത്തെ 4 ശ്ലോകങ്ങൾ കഴിഞ്ഞ ദിവസം അനുസ്മരിക്കുകയും ചെയ്തു. അപ്പം ഇവിടെ 5ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയണത്? ഭക്തിയോഗസമാഖ്യാതോ വൈരാഗ്യം ച തദാശ്രയം പാരീക്ഷിതമുപാഖ്യാനം നാരദാഖ്യാനമേവ ച. ഭക്തിയോഗവും തദാശ്രയം വൈരാഗ്യം ച, അതിന് ആശ്രയമായിരിക്കുന്ന വൈരാഗ്യവും വിഷയവൈരാഗ്യവും പാരീക്ഷിതം ഉപാഖ്യാനം, പരീക്ഷിതൻ്റെ ചരിത്രവും
നാരദാഖ്യാനമേവച, നാരദാഖ്യാനവും സമാഖ്യാത, വേണ്ടതുപോലെ പറയപ്പെട്ടിരിക്കുന്നു, സമ്യക്കായി പറയപ്പെട്ടിരിക്കുന്നു. നിഷ്കാമ കർമാനുഷ്ഠാന രൂപം, ആ സാധനത്തിൻ്റെ സഹായം കൊണ്ട് പ്രാപിക്കാൻ യോഗ്യമായ ഭക്തിയോഗം അല്ലേ, അതിനാൽ സമ്പാദിക്കപ്പെടേണ്ടതായിരിക്കുന്ന വിഷയവൈരാഗ്യം, ഇത് രണ്ടും ഭാഗവതത്തിലുണ്ട്. ഭക്തി ഉണരാൻ വൈരാഗ്യം വേണം അല്ലേ. എന്താണ് ഭക്തി? ഭഗവാനിലുള്ള ആസക്തിയാണ് ഭക്തി. ഇപ്പം ഭഗവാനിൽ ആസക്തി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? മറ്റുള്ളതിലൊക്കെ വിരക്തി ഉണ്ടാവണം. അങ്ങനെ വിഷയങ്ങളിൽ വിരക്തി ഉണ്ടാവുന്നതിനെയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ വേദത്തിലെ കർമ്മകാണ്ഡം ഇവിടെ പറയപ്പെടുന്നു. ഇതിനു മുമ്പുള്ള 2 ശ്ലോകങ്ങളിൽ പറഞ്ഞു, ഒന്ന് വേദത്തിൻ്റെ ഉപാസനാകാണ്ഡം ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കണമെന്ന്. അത് ഈ അധ്യായത്തിൻ്റെ 12ാമത്തെ അധ്യായത്തിൻ്റെ 3ാമത്തെ ശ്ലോകത്തിലാണത് പറഞ്ഞതെങ്കിൽ 4ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ഇത് ആ ജ്ഞാനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ബ്രഹ്മകാണ്ഡം ജ്ഞാനകാണ്ഡത്തെക്കുറിച്ച് ഈ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇപ്പം ഇതാ പറയുന്നു ഭക്തിയോഗത്തെക്കുറിച്ചും ഇവിടെ പറഞ്ഞിരിക്കുന്നു ശ്രീമദ് ഭാഗവതം. ഇപ്പോൾ വേദം എങ്ങനെയാണോ വേദസാരമായിരിക്കുന്ന ശ്രീമദ് ഭാഗവതവും അത് തന്നെ. ഇപ്പം എന്താ ശ്രീമദ് ഭാഗവതം വേദസംഹിതം എന്നാണ്. വേദം അർത്ഥനിരൂപണത്തോടുകൂടി പഠിച്ച് അനുഷ്ഠിച്ചാലുണ്ടാകുന്ന ഫലം നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഭാഗവത അനുഷ്ഠാനം കൊണ്ട് സിദ്ധിക്കും. എന്താണ് ഭാഗവത അനുഷ്ഠാനം? കേൾക്കുക, കേൾക്കുക, കേൾക്കുക. എത്ര വേണമെങ്കിലും പറയാം. അത് ശ്രദ്ധയോടുകൂടി കേൾക്കലാണ് യഥാർത്ഥമായിട്ടുള്ള അനുഷ്ഠാനം. ഇപ്പോൾ ഭാഗവത പഠനാനുഷ്ഠാനം കൊണ്ട് വേദത്തെ പഠിക്കുന്നത് അയത്നലളിതമായി നമുക്ക് ലഭിക്കുന്നു എന്നാണ്. മന്ദാസു മന്ദമതയോ മന്ദഭാഗ്യാഹുപദ്രുത എന്ന് പറഞ്ഞു. ആയുസ് കുറവുള്ള ആളുകളും ബുദ്ധി കുറഞ്ഞ ആളുകളുമൊക്കെയാണ് കലിയുഗത്തിൽ ഉണ്ടാവുക ധാരാളം. അവർക്ക് അത്രയും സങ്കീർണമായിരിക്കുന്ന വേദപഠനം എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബാലികേറാമലയാണ് എന്ന് പറയാം. അപ്പം അതിനുവേണ്ടി വേദത്തെ സുഗമമാക്കാൻ, ദുർഗ്രഹമായിരിക്കുന്ന വേദത്തെ സുഗമമാക്കാൻ, അതിനെ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ, അതിൻ്റെ തത്വത്തെ അറിയാൻ വേണ്ടി ഭാഗവതം നിർമ്മിച്ചു. അത് നമ്മൾ ഈ ഭാഗവത കഥാകഥനത്തിൻ്റെ ആദ്യത്തിൽ കേട്ടതാണ്. വേദവ്യാസൻ എന്തുകൊണ്ടാണ് ഭാഗവതം നിർമ്മിച്ചത് എന്ന ശൗനകാദികളുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു, ഈ ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ ഭഗവാൻ കൃഷ്ണദ്വൈപായനൻ എന്ന പേരിൽ പരാശരൻ്റെയും സത്യവതിയുടെയും പുത്രഭാവത്തിൽ അവതരിച്ചു എന്നും നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം ഭഗവത് കഥകളെ കോർത്തിണക്കി മധുരതരമായിരിക്കുന്ന മനോഹരമായിരിക്കുന്നൊരു മാല്യം നിർമ്മിച്ചു. ഇതാണ് ശ്രീമദ് ഭാഗവതം. അപ്പോൾ ആ ഭാഗവത രൂപേണ നിർമ്മിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം ഇവിടെ പറയുകയാണ്, ഈ ഭാഗവതം പരീക്ഷിത് മഹാരാജാവിൻ്റെയും നാരദമുനിയുടെയും കഥ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അവിടുന്നാണല്ലോ ഭാഗവതം തുടങ്ങുന്നത്. അങ്ങനെ പ്രഥമസ്കന്ധം മുതൽക്കുള്ള കഥകൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക. അതാണ് ഈ ദ്വാദശസ്കന്ധ സാരത്തിൻ്റെ ലക്ഷ്യം. എന്തിനു വേണ്ടിയിട്ടാണ്? ഓർമ്മയുണ്ടാവണം. നമ്മൾ മറന്നു പോകാൻ എളുപ്പമുണ്ട്. അപ്പം ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഈ കഥകളെ മുഴുവൻ വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവരിക. മനസ്സിനകത്തുണ്ട് അത്, അതിനെ ഒന്ന് തെളിയിച്ച് കാണിച്ചു തരിക, അത്രയേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഈ ഭാഗവത സാരം എന്നുള്ള രീതിയിൽ 12ാമത്തെ സ്കന്ധം എന്ന് ആചാര്യന്മാർ, വിദ്വാൻമാർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പം ആദ്യം പറഞ്ഞു, പ്രായോപവേശോ രാജർഷേർ വിപ്രശാപാൽ പരീക്ഷിത ശുകസ്യ ബ്രഹ്മർഷഭസ്യ സംവാദശ്ച പരീക്ഷിത. ഇവിടെ പ്രായോപവേശോ രാജർഷേർ വിപ്രശാപാൽ പരീക്ഷിത. വിപ്രശാപം കൊണ്ട്, ബ്രാഹ്മണ ശാപം കൊണ്ട് പരീക്ഷിത എന്ന രാജർഷി പ്രായോപവേശം ചെയ്തു.
അപ്പോൾ ബ്രാഹ്മണ ശാപം കൊണ്ട് ആസന്ന മൃത്യുവായ പരീക്ഷത്തിൻ്റെ പ്രായോപവേശം നമ്മൾ തുടക്കത്തിലൊക്കെ പറയുകയുണ്ടായി. സത്യത്തിൽ പരീക്ഷത്തിന് വലിയൊരു ഭാഗ്യമുണ്ടാവുകയാണ് ചെയ്തത്. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, മരണം എപ്പോഴാണ് എന്ന് അറിയാൻ സാധിച്ചു. മറ്റൊന്ന്, ആ മരണത്തിന് കാരണമായ ശാപം കൊണ്ട് ഹരിയുടെ സ്മരണം ഉണ്ടാവാനുള്ള ഭാഗ്യവും ഉണ്ടായി. ആസന്ന മൃത്യു, നമ്മളൊക്കെ ആസന്ന മൃത്യുവാണ് അല്ലേ? ഇന്ന ദിവസം മരിക്കുമെന്ന് പോലും അറിയാത്ത ആളുകളാണ്. എപ്പോൾ വേണമെങ്കിലും അണഞ്ഞു തീരാവുന്ന ഒരു വിളക്ക് മാത്രമാണ് നമ്മളുടെ ജീവിതം. അതിനിടയിലാണ് നമ്മൾ പല രീതിയിലും അഭിമാനിക്കുന്നതും അഹങ്കരിക്കുന്നതും മറ്റുള്ളവരോട് താൻപോരിമ കാണിക്കുന്നതും തല്ലുകൂട്ടുന്നതും ചീത്ത പറയുന്നതും ഒക്കെ. അപ്പോൾ ഇവിടെ പരീക്ഷത്തിനുണ്ടായ ഭാഗ്യം എന്താ? തൻ്റെ മരണം 7ാമത്തെ ദിവസമേ ഉണ്ടാവുകയുള്ളൂ എന്നൊരു ഉറപ്പ് കിട്ടി. അങ്ങനെ ആ പരീക്ഷിത്താണ് ഭാഗവതം കേൾക്കുന്നത്. ഭാഗവതം കേൾക്കാൻ സർവഥാ യോഗ്യനായിട്ടുള്ള ആളാണ് പരീക്ഷിത്ത്. അങ്ങനെ പരീക്ഷത്തിൻ്റെ പ്രായോപവേശത്തെ ഓർമ്മിപ്പിച്ചു. അങ്ങനെ പ്രായോപവേശം ചെയ്ത പരീക്ഷിത്ത് അതിനു മുമ്പുള്ള കഥകൾ പ്രത്യേകമായിട്ട് ഒന്നും ഓർമ്മിപ്പിക്കണില്ല. പാണ്ഡവന്മാരുടെ കഥ, അതേപോലെ തന്നെ കുന്തിസ്തുതി, ഭീഷ്മസ്തുതി, അതൊക്കെ ഉണ്ട് നമ്മൾ ഭാഗവതം കേൾക്കുമ്പോൾ. പക്ഷേ പരീക്ഷത്തിൻ്റെ കഥ കേട്ടാൽ അതിനു മുമ്പുണ്ടായ കഥകൾ നമ്മൾ ഓർമ്മയിലേക്ക് ഓർമ്മിക്കണം എന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ സൂതൻ ഈ 12 സ്കന്ധ സാരത്തെ പറയുമ്പോൾ പരീക്ഷത്തിൻ്റെ കഥ മുതലാണ് തുടങ്ങുന്നത്. ഇതിനു മുമ്പുണ്ടായ കഥകളൊക്കെ അശ്വത്ഥാമാവ് ആ പാഞ്ചാലിയുടെ മക്കളെ കൊല്ലുന്നത്, ഉത്തരാദേവിയുടെ ഗർഭത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ഭഗവാൻ ഉത്തരയുടെ ഗർഭത്തിലേക്ക് കടന്ന് ആ കുഞ്ഞിനെ, ആ ചൈതന്യത്തെ രക്ഷിക്കുന്നത്, അതേപോലെ തന്നെ അശ്വത്ഥാമാവിനെ പിടിച്ചുകൊണ്ടുവരുന്നതൊക്കെ ആയിട്ടുള്ള രംഗങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഭീഷ്മരുടെയും കുന്തിദേവിയുടെയും വളരെ വിശേഷമായിട്ടുള്ള സ്തുതികളുണ്ട്. അതൊന്നും നമ്മൾ മറക്കുകയില്ല. അത് വീണ്ടും പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ടാവാം ഒരുപക്ഷെ അതിനെക്കുറിച്ച് പറഞ്ഞില്ല. പരീക്ഷിത്ത് പ്രായോപവേശം ചെയ്തു. എന്തുകൊണ്ട്? ബ്രാഹ്മണ ശാപം കൊണ്ട്. ഇതി ലംഘിതമര്യാദം എന്നുള്ള രീതിയിൽ ആ ശൃംഗി പരീക്ഷത്തിനെ ശപിച്ചു. എന്നിട്ടോ ശുകസ്യ ബ്രഹ്മർഷഭസ്യ സംവാദശ്ച പരീക്ഷിത. ബ്രഹ്മർഷി ശ്രേഷ്ഠനായ ബ്രഹ്മഋഷഭനായിരിക്കുന്ന ആ ശ്രീശുക ബ്രഹ്മർഷിയും പരീക്ഷിത്തും തമ്മിലുള്ള സംവാദം ഇത് പ്രഥമസ്കന്ധത്തിൽ പറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം പ്രഥമസ്കന്ധത്തിൻ്റെ അവസാനത്തെ അധ്യായമായിരിക്കുന്ന 19ാമത്തെ അധ്യായത്തിലാണ് തത്രാഭവൽ ഭഗവാൻ വ്യാസപുത്രോ എന്ന രീതിയിൽ ശ്രീശുഖബ്രഹ്മർഷി അവിടെ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അവിടെ പരീക്ഷത്തിൻ്റെ ചോദ്യം മാത്രമേ ആ സ്കന്ധത്തിലുള്ളൂ. പിന്നെയുള്ള ഉത്തരങ്ങളൊക്കെ ദ്വിതീയ സ്കന്ധത്തിൻ്റെ തുടക്കം മുതൽ 12 സ്കന്ധത്തിലെ 6ാമത്തെ അധ്യായം വരെ നീണ്ടു നിൽക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ആ ശ്രീശുഖ പരീക്ഷിത് സംവാദം പ്രഥമസ്കന്ധത്തിൽ പറയപ്പെട്ടിരിക്കുന്നു. ശുകസ്യ ചൈവ ബ്രഹ്മഋഷേ എന്നും പറയാറുണ്ട്. സംവാദശ്ച പരീക്ഷിത ഒരു പാഠഭേദം. പിന്നെയോ യോഗധാരണയോൽക്രാന്തി സംവാദോ നാരദാജയോ അവതാരാനുഗീതം ച സർഗ പ്രാധാനികോഗ്രത. യോഗധാരണാ പ്രഭാവം, അർച്ചിരാദി മാർഗങ്ങളിൽ കൂടിയുള്ള ജീവന്റെ ഗതിയെക്കുറിച്ച് പറഞ്ഞു. പിന്നെ ബ്രഹ്മാവും നാരദ മഹർഷിയും തമ്മിലുണ്ടായ സംവാദോ നാരദാജയോ, നാരദനും അജനും തമ്മിലുള്ള സംവാദം. അവതാരാനുഗീതം ച, അവതാരങ്ങളുടെയും അതേപോലെ തന്നെ സർഗ പ്രാധാനികോഗ്രത, വിരാട് പുരുഷന്റെയും ഉൽപ്പത്തിയെപ്പറ്റി പറയുന്ന സൃഷ്ടിലീല, ഇതാണ് 2ാമത്തെ സ്കന്ധത്തിൽ പറഞ്ഞത്. വളരെ വിശേഷമായിട്ടുള്ള ചതുശ്ലോകി ഭാഗവതം അത് ബ്രഹ്മാവിന് ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തതാണ്. അപ്പോൾ ആ വിരാട് പുരുഷോൽപ്പത്തി, ഭഗവാനെ ഭജിക്കുന്ന ബ്രഹ്മാവ്
അതേപോലെ തന്നെ ഈ ബ്രഹ്മാവിൽ നിന്ന് ഭാഗവതോപദേശം ലഭിക്കുന്ന നാരദ മഹർഷി ബ്രഹ്മാവിൻ്റെ സത്യലോകത്ത് ചെന്നിട്ട് എന്താ ചോദിക്കണത്? അങ്ങല്ലാതെ മറ്റൊരു ഈശ്വരനുണ്ടോ? കാരണം അങ്ങ് പലപ്പോഴും ധ്യാനനിരതനായിട്ടിരിക്കുന്നത് കാണുന്നുണ്ട് എന്നാണ്. അപ്പം അതുകൊണ്ട് അങ്ങല്ലാതെ മറ്റൊരു ഈശ്വരനുണ്ടോ എന്നുള്ളൊരു ചോദ്യം, ആ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഈ സൃഷ്ടിയെക്കുറിച്ചൊക്കെ ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ബ്രഹ്മാവും നാരദമുനിയും തമ്മിലുണ്ടായ സംവാദം, ബ്രഹ്മാവിൽ നിന്ന് ഉണ്ടായതാണ് നാരദൻ. അപ്പോൾ പിതൃപുത്രഭാവവുമാണ്, ഇവിടെ ഗുരുശിഷ്യഭാവവുമാണ്. ആ സന്ദർഭത്തിൽ ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ച്, അവതാരാനുഗീതം ച, അവതാരലീലകൾ, അത് ഭഗവാന്റെ അവതാരങ്ങൾ തുടക്കം മുതൽ അവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞ് ശ്രീകൃഷ്ണാവതാരത്തിലേക്ക് എത്തുമ്പോൾ ആ കൃഷ്ണാവതാര ലീലകൾ വളരെ വിസ്തരിച്ച് പറയുന്നത് നമുക്കവിടെ കേൾക്കാനായിട്ട് സാധിക്കും. അവിടെ സാക്ഷാൽ ബ്രഹ്മാവ് ഈ നാരദ മഹർഷിക്ക് നൽകുന്ന ഉപദേശത്തിൽ അത് നമുക്ക് സ്മരണീയമാണ്. കാരണം ഇവിടെ നാരദ മഹർഷിയുടെ അടുത്ത് ബ്രഹ്മാവ് പറയുകയാണ്, ഇതം ഭാഗവതം നാമ എന്മേ ഭഗവതോദിതം സംഗ്രഹോയം വിഭൂതീനാം ത്വമേതദ് വിപുലീകുരു യഥാ ഹരോ ഭഗവതി നൃണാം ഭക്തിർഭവിഷ്യതി സർവാത്മന്യഖിലാധാര ഇതി സങ്കല്പ്യ വർണ്ണയ. ഈ 4 വരികൾ, 2 ശ്ലോകങ്ങൾ ഭാഗവതം പറയുന്ന ആളുകൾക്കും ഭാഗവതം കേൾക്കുന്ന ആളുകൾക്കും വളരെ ശ്രദ്ധിച്ചു വെക്കേണ്ടുന്ന 2 ശ്ലോകങ്ങളാണ്. അപ്പോൾ ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ചും ഐശ്വര്യങ്ങളെക്കുറിച്ചും ഞാൻ നിനക്ക് പറഞ്ഞു തന്നു നാരദ. ഇതാണ് ഭാഗവതം. ഇത് സാക്ഷാൽ ഭഗവാനാണ് എനിക്ക് ഉപദേശിച്ചത്. 4 ശ്ലോകങ്ങളിലൂടെ, അഹമേവാസമേവാഗ്രേ എന്ന് തുടങ്ങുന്ന 4 ശ്ലോകങ്ങളിലൂടെ. ഇത് ഈ നാരായണൻ എനിക്ക് ഉപദേശിച്ചതിനെ അന്യർക്ക് മനസ്സിലാവാൻ തക്ക വിധം നീ വിസ്തരിച്ചു പറയണം. ത്വമേതദ് വിപുലീകുരു. അങ്ങനെ വിപുലീകരിക്കുമ്പോൾ എന്തു വേണം? യഥാഹരോ ഭഗവതി നൃണാം ഭക്തിർഭവിഷ്യതി സർവാത്മന്യഖിലാധാര ഇതി സങ്കല്പ്യ വർണ്ണയ. ആ ശ്രീഹരിയിൽ എല്ലാവർക്കും ആധാരമായിരിക്കുന്ന സർവസ്വരൂപനായ ഭഗവാൻ, ആ ശ്രീഹരിയിൽ മനുഷ്യർക്ക് ഏതു വിധത്തിൽ ഭക്തി ഉണ്ടാവുമോ ആ തരത്തിൽ പറയണം, ആ തരത്തിൽ വരണം എന്ന സങ്കല്പത്തോടു കൂടി വർണ്ണിക്കണം എന്നാണ്. ഇപ്പം ചില ആളുകളൊക്കെ ഇത് ഇങ്ങനെ ഭക്തിക്ക് പ്രാധാന്യമുള്ളതല്ല എന്നൊക്കെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. ഭക്തി എന്ന് എന്താണ് എന്ന് അറിയാതെ, അത്രയേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഭാഗവതം വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഉറപ്പിച്ചു പറയുന്നു, നൃണാം ഭക്തിർഭവിഷ്യതി, മനുഷ്യർക്ക് ഭക്തി ഉണ്ടാകാവുന്ന തരത്തിൽ ഇതിനെ വർണ്ണിക്കൂ എന്ന് പറയുന്നു. അങ്ങനെയുള്ള ആ രൂപത്തിൽ സൃഷ്ടി ലീല 2-ാമത്തെ സ്കന്ധത്തിലൊന്ന് സൂചിപ്പിക്കുന്നു. പിന്നെ 3-ാമത്തെ സ്കന്ധത്തിൽ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമുക്ക് കേൾക്കേണ്ടത്. ആ വരികൾ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം.
ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം, പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം, കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം, നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം, ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം, ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം, യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം, കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം, പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം, സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം, സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം, ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം, ഗുരുപവനപുരേശ രാധാകൃഷ്ണ
ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.